ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ട്രോബെറി ഐസ്ക്രീമാണ്. നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീമിൻ്റെ സമയം പോയില്ലേ, മഴയൊക്കെ പെയ്തെന്ന്. മഴയൊക്കെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് മാറി തുടങ്ങി, ചൂട് തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ മൺസൂൺ വന്നാലും ഇടയ്ക്ക് ചൂടുകാലം വരുമ്പോൾ ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ഈ സ്ട്രോബെറി ഐസ്ക്രീം ഫ്രഷ് എടുത്തിരിക്കുന്നത്. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറയാം. ഫ്രഷ് സ്ട്രോബെറിയാണ്. ഇതൊരു 200 ഗ്രാം. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. എങ്ങനെയാണിത് സംഘടിപ്പിച്ചു. പിന്നെ ഇത് പാലാണ്, 1 കപ്പ് പാലുണ്ട്, പ്യുർ പാല്. പിന്നെ ക്രീമാണ്. ഇതിപ്പോൾ വിപ്പിംഗ് ക്രീമാണ്. ഇനി വിപ്പിംഗ് ക്രീം കിട്ടിയില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. അത് സാധാരണ ഇതിൽ കേക്കിന് ഉപയോഗിക്കുന്നതാണ്, എങ്കിലും ഇതിന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് ഉണ്ട്, ഒരല്പം ഉപ്പുണ്ട്. ഇനി ഒന്ന് പറയാനുള്ളത്, ഈ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു ഐസ്ക്രീം മേക്കിംഗ് മെഷീനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആമസോണിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇതിൻ്റെ ഈ കണ്ടെയ്നർ, ഇത് ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് വേണം. ഇതിപ്പോൾ എടുത്ത് വന്നതേ ഉള്ളൂ. 14 മണിക്കൂർ 13 മണിക്കൂർ ഇരുന്നു ഫ്രീസറിൽ വെച്ചതാണ്. പിന്നെ ഇതിനകത്ത് കറങ്ങുന്ന ഇതാണ്. ഇത് ഇങ്ങനെ കറങ്ങും, ഇതിനകത്തുള്ള കറങ്ങും. അപ്പോൾ ഇതിനിത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹോളിൽ കൂടെയാണ് ഇത് ചെയ്യുക. ഇനി ഇതില്ലാത്തൊരു വിഷമിക്കേണ്ട. ഇതില്ലയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം. അത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കും. അത് ഞാൻ അതിൻ്റെ ടെക്നിക്ക് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം. ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ബ്ലെൻഡറാണ് കേട്ടോ, ബ്ലെൻഡറാണ്, മിക്സിയുടെ ജാറല്ല, ബ്ലെൻഡറാണ്. ഇതും നമ്മുടെ പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ടാണ് ഇത് അടിക്കുക. ഇതൊരു 10 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് പാലാണ്. പാല് ചേർക്കണം, പിന്നെ ക്രീം ചേർക്കണം, പിന്നെ വാനില എസൻസ് ചേർക്കണം, പിന്നെ ചേർക്കാനുള്ള അല്പം ഉപ്പും കൂടെയാണ് ചേർക്കാനുള്ളത്. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഈ മെഷീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഴുവൻ പറഞ്ഞില്ല. ഈ മെഷീൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ അവസാന സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഐസ്ക്രീം കുക്ക് ചെയ്യുന്ന മുട്ടയൊക്കെ അടിച്ച് പാലൊക്കെ കുക്ക് ചെയ്യുക, ഡബിൾ ബോയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. തണുത്തതിന് ശേഷം നമ്മളത് അപ്പോൾ ഫ്രീസറിൽ കയറ്റി കഴിഞ്ഞാൽ 2 മണിക്കൂർ ഫ്രീസറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഹാഫ് ഫ്രീസിങ്, പകുതി ഫ്രീസ് ആകുമ്പോഴത്തേനും നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് മിക്സി ജാറിലിട്ട് അടിച്ചിട്ട് അത് വീണ്ടും നമ്മുടെ ഐസ്ക്രീം കണ്ടെയ്നറോ അല്ലെ ഐസ് ക്യൂബ് ട്രേയിലോ ഇട്ട് വെക്കുക. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കല്ലുപോലെ ഇരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് പോലെ കട്ടിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇത് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. പക്ഷേ ഇതുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിനധികം വിലയൊന്നുമില്ല, ഒരു 1700 രൂപ വിലയേ വരുള്ളൂ. അതുണ്ടെങ്കിൽ നല്ല കമ്പനി മെയ്ഡ് ഐസ്ക്രീം പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ സ്ട്രോബെറിയും നമ്മൾ ഷുഗർ പഞ്ചസാരയും കൂടി ഇതിൻ്റെ അകത്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ പാലാണ്. പാല് ചേർത്തു. അതിന് ശേഷം നമ്മുടെ ക്രീമാണ്. ഇത് ഹെവി ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹെവി ക്രീം നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പാല് ഇതിൻ്റെ അനുസരിച്ച് പാല് കുറച്ച് ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഐസ്ക്രീം ആകും. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമൊക്കെ ചേർക്കുന്നത്. ഒന്നും കിട്ടിയില്ലെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഇനി വാനില എസൻസ് നമ്മളൊരു ചേർക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പ്, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവുന്നതിന് ഒരു നുള്ള്
ഒരു നുള്ള് ഇതാണ്. അതിനുശേഷം നമ്മളിത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ബ്ലെൻഡിങ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മിക്സർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഒരു ചെറിയ ദ്വാരമുണ്ട്, ഇതിൽ കൂടെ ഇതിനെ ഒഴിക്കാം. ഇതാ നോക്കിക്കോളൂ. നമ്മളിതിലേക്കെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഓൺ ചെയ്യാം. ഇതൊരു അരമണിക്കൂർ ഇതിങ്ങനെ കറങ്ങും. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് കറങ്ങട്ടെ, അപ്പോഴത്തേനും ഐസ്ക്രീം ആകും. അപ്പോൾ അതുവരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം മേക്കറിൽ അരമണിക്കൂർ നമ്മളിത് കറക്കി, അതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മളിത് സെറ്റാവാൻ വെച്ചു. അപ്പോഴും കംപ്ലീറ്റ് സെറ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത നടപടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളിതൊരു ഫ്രീസ് ആയിട്ടില്ല, അതുകൊണ്ട് ബൗളിലേക്കാക്കി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഇത് വെച്ച് ഫ്രീസ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നിങ്ങളിതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജയ് ഹിന്ദ്.